നമ്മുടെ ഒരു പുതുവർഷം തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. 2026 എന്ന് പറയുന്ന ഈ വർഷം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാസമാവാൻ പോവാണ്. അപ്പോഴും നമ്മൾക്ക് നമ്മളിൽ വർക്ക് ചെയ്യാനോ ഒരു മാറ്റം വരുത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം ഇതുപോലെ തന്നെ കടന്നുപോകും. എവിടെയാണ് പ്രശ്നം? അല്ലെങ്കിൽ ആരാണ് പ്രശ്നം? എൻ്റെ ലൈഫിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം, ഇറ്റ്സ് ലിറ്ററലി സ്കെയറി. ല് നമ്മുടെ ഒരു പുതുവർഷം തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ശരിക്കും ഞാൻ ഈ വീഡിയോ 2025 ചെയ്യാനിരുന്ന സാധനം, അതായത് 26 തുടങ്ങുന്നതിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്ന് ആലോചിച്ചു, അപ്പൊ തിരക്ക് കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. പഴയതുപോലെ തന്നെ ആണോ ജീവിതം? അതായത് പഴയ ഓൾഡ് സാഡ് സ്റ്റോറി, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ന്യൂ ഇയർ കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ പാറ്റേണിലേക്ക് നമ്മൾ വീഴും. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. അത് നല്ലൊരു പുതുമയൊക്കെ വന്ന് ഹാപ്പിയായി, ഈ വർഷമെങ്കിലും എനിക്കൊരു വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു രീതിയിലാണോ ഇത് തോന്നുന്നു? അതാദ്യം ചോദിച്ചു തുടങ്ങട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ ഇയർ കഴിഞ്ഞു, ഒരു 2 വീക്സ് കഴിഞ്ഞു, അപ്പോഴും നമ്മളുടെ സെയിം ഓൾഡ് പാറ്റേണിൽ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ലൈഫിന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ആ 1-2 ദിവസമൊക്കെ ഒരു ചേഞ്ചൊക്കെ വന്നു, കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസും കുറേ തീരുമാനങ്ങളും ഒക്കെ എടുത്തു. പക്ഷെ അതെല്ലാം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ മോഡലിൽ തന്നെ ആണെങ്കിൽ, ആ പഴയ സാഡ് സ്റ്റോറിയും ആ ഒരു മടുപ്പും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ലൈഫിലെങ്കിൽ എന്ത് തോന്നുന്നു? എവിടെയാണ് പ്രശ്നം? അല്ലെങ്കിൽ ആരാണ് പ്രശ്നം? നിങ്ങൾ ആലോചിക്കാനാണ്. പ്രശ്നം മറ്റുള്ളവരാണോ? നമ്മുടെ സാഹചര്യമാണോ പ്രശ്നം? നമ്മുടെ അച്ഛനമ്മയാണോ പ്രശ്നം? നമ്മുടെ പാർട്ട്ണറാണോ പ്രശ്നം? അല്ലെങ്കിലോ എൻ്റെ മക്കളൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, അതാണോ പ്രശ്നം? അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ കൊളീഗ്സ് എങ്ങനെയാണ്, അതാണോ പ്രശ്നം? ആലോചിച്ച് നോക്കൂ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 2025 ഒരു മിഡിൽ വരെ. അതായത് സാഹചര്യത്തിനെയും അതെല്ലാം നേരെ ആവട്ടെ, അല്ലെങ്കിൽ സന്ദർഭങ്ങളെയും അല്ലെങ്കിൽ വ്യക്തികളെയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും എല്ലാം ബ്ലെയിം ചെയ്ത് അതെല്ലാം ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ ശരിയാവാത്തത് എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ മിഡിലോടുകൂടി 2025 മിഡിലോടുകൂടി ഞാൻ തിരിച്ചറിഞ്ഞു, അതല്ല എൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ഞാൻ എന്ന വ്യക്തിയാണ്. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. അത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തിരിച്ചറിവാണ്. കാരണം എൻ്റെ ലൈഫിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം, ഇറ്റ്സ് ലിറ്ററലി സ്കെയറി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ മറ്റുള്ളവരെന്നോട് പെരുമാറുന്നതും, ഞാനൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും മറ്റുള്ളവർ എന്നെ മോശമായിട്ട് ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്ക് എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. ഞാനൊരു ഡിനയൽ മോഡിലായിരുന്നു. പക്ഷെ പതുക്കെ വർക്ക് ചെയ്ത് ഞാൻ എന്നിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ തന്നെയാണ് ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം, അതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഇതിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവും ജെനുവിനായിട്ടുള്ള അക്സെപ്റ്റൻസും. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും? ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം 26-ലെങ്കിലും 2026 എന്ന് പറയുന്ന ഈ വർഷം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാസമാവാൻ പോവുകയാണ്. അപ്പോഴും നമ്മൾക്ക് നമ്മളിൽ വർക്ക് ചെയ്യാനോ ഒരു മാറ്റം വരുത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം ഇതുപോലെ തന്നെ കടന്നുപോകും. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ വർഷം 24-ന്റെയും 25-ന്റെയും ഇടയിൽ എനിക്ക് എത്ര ഗ്രോത്ത് ഉണ്ടായി? എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിന് എത്ര ഗ്രോത്ത് ഉണ്ടായി? എൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിന് എത്ര ഗ്രോത്ത് ഉണ്ടായി? അതായത് എൻ്റെ ഹെൽത്ത്, എൻ്റെ ബാക്കിയുള്ള വെൽബീയിങ്, ഇതിനെല്ലാത്തിനും എത്ര ഗ്രോത്ത് ഉണ്ടായി? എൻ്റെ ഫിനാൻഷ്യൽ എത്ര ഗ്രോത്ത് ഉണ്ടായി? ഇത് 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മിക്കപ്പോഴും ഞാൻ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ചിലപ്പം മരിക്കുന്നത് വരെയും നമ്മളുടെ ഒരേ പാറ്റേൺ തന്നെയായിരിക്കും. കാരണം നമ്മൾ
സാഹചര്യത്തിനെയും മറ്റുള്ളവരെയും ചുറ്റുപാടുകളെയും വ്യക്തികളെയും എല്ലാത്തിനെയും നമ്മൾ ബ്ലെയിം വയ്ക്കുമ്പോൾ ദ സിറ്റുവേഷൻ വിൽ ബി ദ സെയിം. 100% എൻ്റെ ലൈഫിൻ്റെ ഫുൾ ചാർജ് എൻ്റെ കയ്യിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അതൊരു വലിയ പവറാണ്, ജെനുവിനായിട്ട് തിരിച്ചറിയുമ്പോൾ. കാരണം എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എൻ്റെ പാറ്റേൺ ബ്രേക്കായി. അതൊരു ഹ്യൂജ് കൺട്രോളാണ് എനിക്ക് എൻ്റെ മേലുള്ള. ഐ എം ടേക്കിംഗ് മൈ പവർ ബാക്ക്. മറ്റുള്ള ആർക്കും അല്ല, മറ്റുള്ള ആരടുത്തും ഒരു വിക്ടിം മോഡും ഞാൻ കളിക്കണില്ല. ഐ എം ടേക്കിംഗ് ദ 100% റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു വലിയ പവർ ഞാൻ എന്നിലേക്ക് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ചെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ടെങ്കിലും ചിന്തിച്ച് നോക്കുക. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുകയില്ല. കാരണം ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഇനി അടുത്ത വർഷത്തേക്കിൻ്റെ തുടക്കത്തിലെങ്കിലും നിങ്ങൾ ശീലിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി. അതിനകത്ത് നല്ലതുണ്ടാവാം, അല്ലെ, ചീത്ത ഉണ്ടാവാം, പല തിരിച്ചറിവുകൾ ഉണ്ടാവാം, പലരെയും വേണ്ടാന്ന് വെക്കലുണ്ടാവാം, സങ്കടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ അറിയാതെ തെറ്റുകാരാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മളെ പഠിപ്പിച്ച ഓരോ ലെസൺസ് ഉണ്ടല്ലേ. ആ ലെസൺസിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാണ്ട് ആ ലെസൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി നമ്മളാണ് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കൂടെ തന്നെ അതൊരു ഭയങ്കര പവറും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് എവറിത്തിങ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. ആ ഒരു ലൈഫിൻ്റെ ഫുൾ കൺട്രോൾ എനിക്ക് തന്നെ ആവുമ്പോൾ, ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാവുമ്പോൾ ഞാൻ എൻ്റെ ബൗണ്ടറീസ് വളരെ സ്ട്രോങ് ആക്കും, അല്ലേ. അല്ലെങ്കിൽ നോ പറയേണ്ട സ്ഥലത്ത് ഞാൻ നോ പറയും. ഞാൻ കുറച്ചും കൂടി എൻ്റെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ എല്ലാം മാറ്റി വെച്ച് എൻ്റെ കോൺഫിഡൻസ് ലെവൽ അറിയാണ്ട് ഞാൻ ഉയർത്താനുള്ള വർക്കുകൾ ഞാൻ ചെയ്യും. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വച്ചു കഴിഞ്ഞു. സംഭവിച്ച കഴിഞ്ഞ കാര്യങ്ങൾക്കുള്ള മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. ഇനി അതെടുക്കുമ്പോൾ ഫ്യൂച്ചറിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നമ്മളുടെ ലൈഫിൻ്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബോസ്, മറ്റാരുമല്ല എന്ന് ഞാൻ തീരുമാനിച്ച് കഴിയുമ്പോൾ അതൊന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപ്ലൈ ചെയ്ത ഒരു കാര്യം, എന്നിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമുക്കെപ്പോഴും നമ്മുടെ മലയാളികളിൽ ഞാൻ പൊതുവേ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര മടിയാണ്. എത്രത്തോളം മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എന്താ പറയുക, നമുക്ക് ആൾക്കാർ ചെയ്തു തരാനുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജോലിയും അവർ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നമുക്കിഷ്ടമാണ്. അങ്ങനെ ചെയ്യിച്ച് നമുക്ക് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാനതിന് ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്ത് കൊടുക്കാനിരിക്കുകയാണെങ്കിൽ, ഈവൻ നമ്മുടെ മക്കൾക്ക് പോലും നമ്മൾ വിചാരിക്കും, ഒരു ഗ്ലാസ് വെള്ളം അല്ലേ ചോദിച്ചത്, പാവം ചെയ്തു കൊടുക്കാം, ഒരു സ്നേഹമല്ലേ അതൊക്കെ. അല്ല, നമ്മൾ എത്രത്തോളം ചെയ്തു കൊടുക്കാൻ നിൽക്കുന്നുവോ അത്രത്തോളം നമ്മളെ കൊണ്ട് മറ്റുള്ളവർ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ല. കുപ്പിയിൽ നിന്ന് ഭൂതമൊന്നും അല്ല എന്ന് നമ്മൾ അവസാനം സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുപ്പിയിൽ വന്ന ഭൂതം ആവുക അവനവന്റെ കാര്യത്തിൽ. അതായത് നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരിൽ വർക്ക് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം, പ്ലസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളിലാണ്. അതിന് വേണ്ടിയിട്ട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈമും എനർജിയും മണിയും ഒന്നും നഷ്ടമാവില്ല, ഞാനാണ് ഗ്യാരണ്ടി. ഇതെല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റം വന്നതെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾ ചെയ്താലും മാറ്റം വരും, അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പൊ അതിനകത്തൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നൊരു കാര്യം അത് നമുക്കില്ല. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ജോലിയെങ്കിലും മതി, തൽക്കാലത്തേക്കൊരു ജോലി, ഒരു സാധാരണ ജോലി, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് സെറ്റാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് മറ്റേ ഒരു മൂവിയിൽ പറയില്ലേ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണ് ലീവ് എടുക്കാനെന്ന് പറഞ്ഞ പോലെ നമ്മൾ വളരെ സുഖിച്ച് നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്നൊരവസ്ഥ. പിന്നെ അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സാധനം നമുക്ക് അത്യാഗ്രഹമൊന്നുമില്ല നമ്മൾ പറയും. പക്ഷെ അതല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച് മരിച്ച് എത്ര വർഷമായാലും അതേ പാറ്റേണിൽ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ. പണ്ടും നമ്മൾ റോഡിലിറങ്ങി വണ്ടി ഓടിക്കുമ്പോൾ നാട്ടുകാർ എല്ലാവരെയും ചീത്ത വിളിക്കും. ഇപ്പോഴും നമ്മൾ അതിനേക്കാളും ഒച്ചത്തിൽ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ 2 സ്റ്റിയറിംഗിലിട്ട് 2 ഇടിയും കൂടി കൊടുക്കും. ആ അവസ്ഥയിൽ അതാണ് കേട്ടോ. അപ്പൊ ഗ്രോത്ത് വന്നിട്ടില്ല, താഴേക്ക് പോയിട്ടേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു, അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരു ശ്രമം ഇല്ല പൊതുവെ മലയാളികളുടെ ഇടയിൽ. അപ്പൊ ആ ഒരു ശ്രമം ഉണ്ടാവണം. അതായത് നമ്മളിൽ എത്രയും നമ്മൾ ഇപ്പം ഹയർ പോസ്റ്റിലാണെങ്കിൽ ഇരുന്നാൽ പോലും നമ്മൾ പുതിയത് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾക്ക് എങ്ങനെയാണ് കുറച്ചും കൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, പുതിയ സോഫ്റ്റ്വെയർ വരുമ്പോൾ നമ്മൾ ഫോണിനെ അപ്ഡേറ്റ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ എങ്ങനെ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, ആളുകൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി മാറും. ഒരുപാട് കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അത് തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഈ വർഷമെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ പഠിക്കാൻ മാറ്റി വെച്ചിരുന്നതോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാതിരുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുക. ഒരു കാര്യമല്ല, ഞാൻ പറയുന്ന ഒരു 10 കാര്യമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കും. അപ്പൊ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും ഈ 2 കാര്യങ്ങളാണ് ഞാൻ, കാരണം ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം വീഡിയോ എപ്പോഴും ലെങ്തി ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ, അത് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ ഞാനിടാം. പക്ഷെ ഏറ്റവും കുറഞ്ഞ 2 കാര്യമെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ഇനി ചെയ്ത് തുടങ്ങിയാൽ അടുത്ത വർഷവും നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രീ മൈൻഡ്.